നമുക്ക് ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. അതിന് സഹായകരമായി ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 ഈ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന ശിംശോനെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത്. 16-ാം അധ്യായം 28 തൊട്ട് താഴോട്ടുള്ള 2 വാക്യങ്ങൾ വായിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രമതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികം ആയിരുന്നു. പ്രാർത്ഥിക്കാം. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സാദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സാദാ കേൾപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എപ്പോഴും ഞങ്ങൾക്ക് മുമ്പിൽ നടക്കുകയും ഞങ്ങളുടെ ശബ്ദത്തേക്കാൾ ഉന്നതമായ ശബ്ദം നൽകി ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ സാന്നിധ്യം ഈ കൂടാരത്തിന് മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ബലഹീനതയും തിരിച്ചറിയുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചും ഞങ്ങളെ ഇന്ന് വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്ന ആസക്തികളെക്കുറിച്ചും തിരിച്ചറിവ് ദൈവം തമ്പുരാൻ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. രാവിലെ ഇറങ്ങിയപ്പോൾ മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുതിയ ലെതർ ചെരുപ്പുമായിട്ടാണ് ഇറങ്ങിയത്. വല്ലാത്ത മഴയിൽ വില കൂടിയ ലെതർ ചെരുപ്പ് നനഞ്ഞത് സഹിക്കവയ്യാതെ അടുത്ത് കണ്ട വീട്ടിൽ ഓടിക്കേറി. ആ വീട്ടിലെ അമ്മയോട് പറഞ്ഞു, ഈ ചെരുപ്പ് 2 ഇവിടെ സൂക്ഷിക്കണം, മഴ കഴിഞ്ഞ് വന്ന് ചെരുപ്പെടുത്തു കൊള്ളാം. അമ്മച്ചി വളരെ സന്തോഷത്തോട് പറഞ്ഞു, ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാം. പിന്നീടൊരിക്കൽ അതിലെ ഒരു ശവസംസ്കാര വിലാപയാത്ര പോയി. അപ്രതീക്ഷിതമായി പെരുമഴ പെയ്തു. ശവം വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകളെല്ലാം നനഞ്ഞു. മൃതദേഹം നനയുന്നു. സമീപത്തെ വീട്ടിൽ കയറി പറഞ്ഞു, ഈ മൃതദേഹം കുറച്ച് സമയത്തേക്ക് ഇവിടെ വെക്കണം, മഴ കഴിഞ്ഞതിന് ശേഷം വന്ന് മൃതദേഹം കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. വീട്ടുകാരത്തി പറഞ്ഞു, നോ, ഇവിടെ വെക്കാൻ ഒക്കത്തില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ചെരുപ്പിൻ്റെ വില പോലും മനുഷ്യർക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു കഥയുടെ സാരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ജീവനുള്ളവരായി, ചൈതന്യമുള്ളവരായി, സകലവിധമായ കഴിവുകൾക്കും ഉടമകളായി, പ്രതിഭകളായി, പ്രതിഭാശാലികളായി ഈ സമൂഹത്തിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് ബലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് സാധാരണ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ അപ്പുറമായ അമാനുഷികമായ ശക്തി, ദൈവ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുകുന്ന അഭിഷേകം, എല്ലാവിധമായ ചെപ്പടി വിദ്യകളും അറിയാവുന്ന ആൾ, ഏത് രംഗത്തിറങ്ങിയാലും വിജയം മാത്രം കൊയ്തെടുക്കുന്ന, വീരഗാഥകൾ മാത്രം രചിക്കുവാൻ കഴിയുന്ന അതിശ്രദ്ധേയനായ, അതിവലുപ്പമുള്ള ഒരു കഥാപാത്രമാണ് വേദപുസ്തകത്തിലെ ശിംശോൻ എന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ കഥാപാത്രം.
ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പശ്ചാത്തലമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യ വിഷയം മാത്രമെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ചിന്തയിലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഇസ്രയേലിലെ 12 ഗോത്രങ്ങൾക്കായി യോശുവ ദേശം വിഭജിച്ചതിന് ശേഷം ഒരു ക്രമീകൃതമായ രാജവാഴ്ച ഉണ്ടാകുന്നതുവരെ ന്യായാധിപന്മാരുടെ ന്യായപാലനത്തിൽ ആണ് രാജ്യം, ദേശം, ഇസ്രയേൽ ജനത മുന്നോട്ട് നീങ്ങിയത്. ന്യായാധിപന്മാർ എന്നുള്ള വാക്കിന് ഹിബ്രു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഷോഫ്തീമ എന്നാണ്. അതിൻ്റെ അർത്ഥം ന്യായം നടത്തുക, നയിക്കുക, ഭരിക്കുക എന്നാണ്. ഒരിക്കലും വിധി പ്രസ്താവിക്കുന്ന, അന്തിമ വിധി കൽപ്പിക്കുന്ന, അന്തിമ വാക്ക് പറയുന്ന ആൾ എന്നല്ല. ഒരു ജനത്തെ നീതിപൂർവം ന്യായപാലനം നടത്തി ക്ഷേമമന്വേഷിച്ച് നയിക്കുന്നവരാണ് ഈ ന്യായാധിപന്മാരായി കാണുന്നത്. ഇസ്രായേൽ ജനതയെ ഒരു കുടുംബം പോലെ ദൈവം തമ്പുരാൻ കാണുകയും ഒരുമയോടെ ഹൃദ്യമായ ബന്ധത്തിൽ ഒന്നിച്ച് നിലനിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഈ ഗോത്ര സംസ്കൃതിയിൽ വളർന്നു വന്ന ഈ വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന 12 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ഈ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 12-ൽ 6 പേർ വളരെ ശ്രദ്ധേയരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ 6 പേർ അത്ര പ്രസക്തരായിട്ടുള്ള ആളുകൾ അല്ല. അവരുടെ പേരുകൾ മാത്രം, അതൊന്നും നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. ഒത്നിയേൽ, യഹൂദ്, ദബോറ, ഗിദയോൻ, അബിമേലക്, ഇബ്താഹ് ഇവരെ ശ്രദ്ധേയരായ ന്യായാധിപന്മാരാണ്. പിന്നീടുള്ള പേരുകൾ നമ്മുടെ മനസ്സിൽ പതിയുന്നതല്ല. ശങ്കർ, തോല, യായീർ, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ. ഒരൊറ്റ പേര് പോലും നമ്മുടെ മക്കൾക്ക് ഇതുവരെ ആരും ഇട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അപരിചിതരായ കുറേ 6 ന്യായാധിപന്മാരെയാണ്. 6 12 ന്യായാധിപന്മാരുടെ കഥകൾ പറഞ്ഞതിന് ശേഷമാണ് 13ാമത് ശിംശോൻ എന്ന വ്യത്യസ്തനായ കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ 6-ലും രണ്ടാമത്തെ പകുതി 6-ലും പെടാത്ത, എല്ലാവരേക്കാളും അതിശ്രദ്ധേയനായ, ഉയർന്നു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശിംശോനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ശിംശോൻ ഒരു സാധാരണ കഥാപാത്രമല്ല, ഒരു ഇതിഹാസ പുരുഷനെ പോലെ നമുക്ക് തോന്നും. അതികായനാണ്, വീരപുരുഷനാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മരണം കൊണ്ടും വ്യത്യസ്തത സൃഷ്ടിച്ച ആളാണ്. ഉദരത്തിൽ മനോഹ എന്ന ദൈവപുരുഷന് തൻ്റെ ഭാര്യയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട, മച്ചിയായ നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ആജീവനാന്തം ദൈവത്തിന് വ്രതം അനുഷ്ഠിക്കുന്നവൻ, നാസീർ വ്രതക്കാരനായിരിക്കും, വീഞ്ഞോ മദ്യമോ കുടിക്കുകയോ സ്പർശിക്കുകയോ ഇല്ല. 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് തൻ്റെ ജീവ ഇതിഹാസം നേരത്തെ പ്രവചിച്ച, അപ്രകാരം ജനിച്ച ഒരു പ്രത്യേക ജന്മമാണ് ഈ ശിംശോൻ്റെ ജന്മം. ഉദരത്തിൽ തന്നെ ആത്മാവ് കൊണ്ട് നിറഞ്ഞവൻ. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ശമൂവേലും പുതിയ നിയമത്തിൽ നോക്കിയാൽ യോഹന്നാൻ സ്നാപകനും മാത്രമേ ഇതിന് തത്തുല്യമായി ഉദരത്തിൽ പരിശുദ്ധാത്മശക്തി നിറഞ്ഞവരായി കാണുന്നുള്ളൂ. അമാനുഷിക ശക്തിയോടെ ന്യായപാലനം നടത്തിയ ശിംശോനെ പറ്റി 2 ഭാഗത്തും പറയുന്നത് എല്ലാവരേക്കാളും 20 വർഷം ന്യായാധിപനായി അനുഗ്രഹീത നേതൃത്വം നൽകിയ അതുല്യ വ്യക്തിയാണ് ശിംശോൻ. ഒരു പക്ഷെങ്കിൽ അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ശുഭപര്യവസായിയായ ഒരു ദുരന്ത കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. എത്രയോ ബലവാനായിരുന്ന ആളാണ് ഈ ശിംശോൻ. എന്നാൽ ബലമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ചില നിമിഷം നമുക്ക് കാണാനായി സാധിക്കും. ഒരു പക്ഷേ ചിന്തിക്കാം, എല്ലാ ബലവാന്മാരിലും ഒരു ബലഹീനതയെങ്കിലും ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഏത് ശക്തിമാനും ദൗർബല്യത്തിൻ്റെ ഒരു കണ്ണിയുണ്ട് എന്ന് തിരിച്ചറിയുക. അഭിഷിക്തൻ്റെ ഇപ്രകാരമുള്ള ചില അഭിനിവേശങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നതിനപ്പുറമായി അഭിഷിക്തനിൽ കടന്നുകൂടുമ്പോൾ, ആസക്തികൾക്ക് അവൻ അടിമയായി തീരുമ്പോൾ, അവൻ അഭിനയിക്കുന്ന ഒരാളായും അവൻ്റെ ആത്മീയ ജീവിതം ഒരു പ്രഹസനമായും ഒക്കെ തീരുന്ന സന്ദർഭങ്ങളിൽ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ നിസ്സഹായനായി തീരുന്ന ഒരു കഥാപാത്രമായി അദ്ദേഹത്തെ കാണും. എങ്കിലും അവസാനം നമ്മൾ വായിച്ചപ്പോൾ അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ അവൻ്റെ മരണസമയത്ത് ഫെലിസ്തീർ മരിച്ചു വീഴുന്നു. അവരോടൊപ്പം ശിംശോനും മരിച്ചു വീഴുന്നതായി കാണും.
ഇത് ശിംശോനെ ഒന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. 3 പ്രധാന ചിന്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ. 1, ശിംശോൻ അജയ്യനായ അഭിഷിക്തൻ ആണ്. അജയ്യനായ അഭിഷിക്തൻ, ആത്മ അഭിഷേകം ലഭിച്ച ആൾ. ആമുഖത്തിൽ തന്നെ ഞാനത് സൂചിപ്പിച്ചല്ലോ. അനുകരണീയമായ വ്യക്തിത്വം. നിങ്ങൾ ഈ യൂട്യൂബിലോ എവിടെയെങ്കിലും ഈ ശിംശോൻ്റെ യഥാർത്ഥ ശരീരപ്രകൃതി ഒന്ന് കാണണമെങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ച് എങ്ങനെ ഇരിക്കും ശിംശോൻ. ഈ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ ഇത്രയും ശരീരമുള്ള ഒരാൾ, ആരോഗ്യമുള്ള ആൾ, 6 പാക്കോ 12 പാക്കോ മസിലുള്ള ഒരാൾ കാണത്തില്ല. നമ്മൾ ഏത് വലിയ ശക്തൻ മസിൽമാനെ കണ്ടാലും അതിനെല്ലാം ഉപരിയായിട്ട് നിൽക്കുന്ന ആകാര വലുപ്പത്തിൽ, ആ ദൃഢമായ ശരീരത്തിലൊക്കെ നിൽക്കുന്ന അതികായനായ ഒരാളായിട്ടാണ് ഈ എല്ലാവരും ഈ ശിംശോനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അനുകരണീയമായ ധാരാളം മാതൃകകൾ ഈ ശിംശോൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എത്രമാത്രം വലിപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ അഭിഷേകത്തിലൂടെ, ആത്മാവിലൂടെ നൽകിയിരിക്കുന്ന അനിതര സാധാരണമായിട്ടുള്ള മാതൃകകളും അതുപോലെ അദ്ദേഹത്തെ ഔന്നത്യത്തിലേക്ക് ഉയർത്തി നിർത്തുന്ന ആളാണ്. 13-ാം അധ്യായത്തിൽ മാതാപിതാക്കൾക്ക് ദൈവദൂതൻ നൽകുന്ന ദർശനവും ആ കുഞ്ഞ് ജനിക്കുന്നതുമൊക്കെയാണ് പരാമർശിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്, അവൻ പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിനാൽ ഉദ്ദീപിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ള വാക്യത്തിലാണ് 13-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 14-ാമത്തെ അധ്യായം മുതലുള്ള കാര്യമാണ് ഈ അജയ്യനായ അഭിഷിക്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നിസ്തുലമാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാനായി ശ്രമിക്കുന്നത്. സാധാരണ ചെറുപ്പക്കാരൊക്കെ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ ആണ്. അദ്ദേഹത്തിൻ്റെ വിജയഗാഥകളിൽ ഒന്നാമതായി നമ്മൾ കാണുന്നത്, അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുന്നു, വിവാഹം കഴിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു പുതുമയുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. അവൻ പ്രായപൂർത്തിയായപ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞു, ഫെലിസ്ത്യ കന്യകളുടെ കൂട്ടത്തിൽ നിന്ന് തിമ്നയിലെ ഒരു കന്യകയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഡാഡിയോടും മമ്മിയോടും പറഞ്ഞു. അവരാരും അങ്ങനെ ആത്യന്തികമായി എതിർത്തില്ല. പിന്നീട് ആ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാതാപിതാക്കളോടൊപ്പമാണ് പോകുന്നത്. പെണ്ണ് കാണാൻ പോകുന്ന വഴിയിൽ ഒരു ബാലസിംഹം അവരെ എതിർപ്പെടുന്നതായി കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, 14-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലാണ്, ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. നമ്മൾ സാധാരണ ഒരു കൂട്ടായ്മ യോഗത്തിലിരിക്കുമ്പോഴും ഒരാരാധന മധ്യയും പ്രത്യേകിച്ച് ഒരു പ്രത്യേക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മാവ് വന്നു, ആത്മനിറവിലാണ് ശുശ്രൂഷ നടന്നത് എന്ന് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. ബാലസിംഹത്തെ കാണുമ്പോൾ ആത്മാവ് കയറുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാര്യമാണ്. നമ്മുടെ ഈ ചുറ്റുപാടുകളിലൊക്കെ കുരങ്ങന്മാരും മയിലും അതുപോലെയുള്ള കാട്ടുപന്നികളൊക്കെ കയറി ഈ ആക്രമണം ചെയ്യുന്ന സമയത്ത് തേങ്ങയും വെള്ളക്കായും ഒക്കെ കുത്തിയിടുന്ന സമയങ്ങളിലൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല നിറഞ്ഞ് പന്നിയെ ഓടിച്ചു എന്നോ അല്ലെങ്കിൽ കുരങ്ങിനെ ചാടിച്ചു എന്നൊന്നും കേട്ടിട്ടില്ല. ഒരു നിസ്സാരമെന്ന് തോന്നുന്ന മേഖലയിൽ പോലും അത്യസാധാരണമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും ചൈതന്യത്തോടും കൂടെ തന്നെ ആക്രമിക്കുവാൻ വന്ന ഒരു ബാലസിംഹത്തെ, മൃഗരാജാവായ സിംഹത്തെ എതിരിടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആത്മശക്തിയിൽ അഭിഷേകം ഉപയോഗിച്ച ആളാണ് ഈ പ്രിയപ്പെട്ട ശിംശോൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ധീരത അവിടെ കാണും. എന്നാൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ശിംശോൻ്റെ അടുത്ത ഒരു പ്രത്യേകത, ധീരനായ യോദ്ധാവായിട്ട് താഴോട്ടെല്ലാം നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിലും ഈ സിംഹത്തെ ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ കൊന്നതോ അതിനെ കീറിക്കളഞ്ഞതോ ഒന്നും തൻ്റെ അപ്പനോടും അമ്മയോടും വന്ന് പറയുകയോ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുകയോ ചെയ്യാത്ത ആളാണ് ശിംശോൻ. ഈ കാലഘട്ടത്തിൽ നല്ല വിഷയമാണ്.
എന്തെങ്കിലും അസാധാരണമായ അമാനുഷികമായ ചില സിദ്ധികളോ കഴിവുകളോ ഉണ്ടെങ്കിൽ അത് വീട്ടുകാരെ വരുത്താനും നാട്ടുകാരുടെ മുമ്പാകെ ജാടയോടുകൂടെ നിൽക്കുവാനുമുള്ള ഒരു അവസരമായി പബ്ലിസിറ്റിയായിട്ട് കാണാതെ എളിമയോടുകൂടെ ഇത്രയൊക്കെ ആത്മശക്തി ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു പരസ്യം കൊടുക്കാതെ ശാന്തമായിട്ടിരുന്ന ആളാണ് അദ്ദേഹം. പെണ്ണ് കാണാൻ ഒന്നല്ല വീണ്ടും പോയി. രണ്ടാമത് പോയപ്പോൾ വീടിനോട് അടുക്കുന്ന സമയത്ത് ഈ സിംഹത്തെ അടിച്ചു കൊന്ന ആ സ്ഥലത്ത് വന്നപ്പോൾ ഈ ശിംശോൻ പറഞ്ഞു, ഇപ്പോൾ ഈ സിംഹം ഉപദ്രവിക്കുന്നില്ലെന്നേ ഉള്ളൂ, അന്നത്തെ അതിൻ്റെ അസ്ഥികൂടത്തിൽ നിന്ന് അത് തേൻ കട്ട എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹവും കഴിച്ചു, കൂടെയുള്ള ആളുകൾക്കും കൊടുത്തു. നമ്മളൊന്നും ഇതുവരെ എല്ലിൻകൂട്ടിൽ നിന്ന് ഈ തേൻ കിട്ടുന്ന കാര്യം ഇതുവരെ അറിയത്തില്ല. നേരത്തെ വന്ന ട്രിപ്പിൽ കണ്ട ഈ അടിച്ചു കൊന്ന ബാലസിംഹത്തിൻ്റെ അസ്ഥികൂടത്തിൽ നിന്ന് 14-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. തേൻ കട്ട സ്വീകരിച്ച് തേൻ കഴിക്കുന്ന ആളിനെ നമ്മൾ കാണുന്നു. അപ്പോൾ അസാധാരണമായ രീതിയിൽ ആണ് ബാലസിംഹത്തെ ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളയുവാൻ, മൃതദേഹത്തിൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആത്മശക്തിയോടുകൂടെ ഇടപെടുവാൻ, ഇത്രമാത്രം ധീരമായ കഴിവുകളുള്ളതൊന്നും ആരോടും പബ്ലിസിറ്റി ചെയ്യാതെ അദ്ദേഹം ലളിതമായി എളിമയോടുകൂടെ ജീവിച്ചു. പിന്നീട് അവിടെ കാണുന്ന വിരുന്ന് സൽക്കാരത്തിൽ കടങ്കഥകൾക്ക് നേതൃത്വം നൽകുന്ന ആളായി കാണുന്നു. അവിടെ സമ്മാനം ഉറപ്പാക്കുന്നതായി കാണുന്നു. ഗെയിംസ്, സമ്മാനം, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആളായി കാണുന്നു. താഴോട്ടുള്ള 2-3 വീരചരിതം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നീട് ഈ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു വരുമ്പോഴാണ് അസ്തോലിൽ 30 പേരെ അദ്ദേഹം കൊല്ലുന്നതായി കാണുന്നു. അങ്ങനെ ഒരു കടങ്കഥയുടെ കടം വീട്ടുന്നതായി കാണുന്നു. 5-ാം അധ്യായത്തിൽ തുടർന്ന് കാണുന്നത് ഈ ഫെലിസ്ത്യരെ അവരെ മുഴുവൻ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട്. ആദ്യത്തെ ഭാര്യ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്ന് ഞാനത് പിന്നെ പറയുന്നുണ്ട്. വീണ്ടും വേണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു, അനിയത്തിയെ നോക്കിക്കോ എന്ന് അവിടുത്തെ പിതാവ് പറഞ്ഞു. ദേഷ്യം വല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫെലിസ്ത്യരുടെ വിളഭൂമികൾ മുഴുവൻ കത്തി കരിയുന്നതിന് അവിടെയുള്ള കുറുക്കന്മാരുടെ വാലുകൾ കൂട്ടിക്കെട്ടി, 300 കുറുക്കന്മാരുടെ വാലുകൾ കൂട്ടിക്കെട്ടി പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പോലെ കൃഷിഭൂമികൾ മുഴുവൻ അദ്ദേഹം വിള നശിപ്പിക്കുന്നതായി കാണും. പിന്നീട് ഏതാം പാറയുടെ ഗഹ്വരത്തിൽ ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് 3000 പേരെ ബന്ധിതരായി സൂക്ഷിക്കുന്നത് അവിടെ കാണുന്നു. അവിടെയെല്ലാം നമ്മൾ കാണുന്നു. 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലുണ്ട്, അവൻ ആത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞാണ് കാണുന്നത്. കഴുതയുടെ പച്ചത്താടിയൽ കൈക്കൊണ്ട് നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. വലിയ വലിയ വീര കഥകളാണ്, വിജയ കഥകളാണ് കാണുന്നത്. ഇത്രയും ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അഭിഷിക്തനായ ശിംശോൻ തൻ്റെ ജീവിതത്തിൻ്റെ ബാല്യ കൗമാര യൗവന വഴികളിലൂടെ നടന്നു പോകുമ്പോൾ വീര ഇതിഹാസങ്ങൾ രചിച്ച ഒരു ഇതിഹാസ പുരുഷനായിട്ട് അദ്ദേഹം തീരുകയാണ്. എല്ലാം എങ്ങനെ സാധിച്ചു എന്ന് ഈ ശിംശോനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, പലയിടത്തും ആവർത്തിക്കുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, ശത്രുക്കളെ ഒതുക്കുന്നതിനും മൃഗങ്ങളെ അടിച്ചില്ലായ്മ ചെയ്യുന്നതിനും അല്ലെങ്കിൽ കൃഷിഭൂമികൾ നശിപ്പിക്കുന്നതിനും ഈ കഴുതയുടെ പച്ചത്താടിയിൽ കൊണ്ട് 1000കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതിനൊക്കെ സാധിച്ചതിൻ്റെ പിന്നിൽ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, യഹോവയുടെ ആത്മാവ് എന്നിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത അസാധാരണമായ അഭിഷേകത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുവാൻ, അത്ഭുതങ്ങൾ കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ശിംശോൻ അജയ്യനായ ഒരു ആളാണ്, അഭിഷിക്തൻ ആണ്. 2-ാമത്തെ ചിന്ത, അഭിഷിക്തൻ്റെ ജീവിത വഴിയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ്. അഭിഷിക്തൻ്റെ ആസക്തി എന്നുള്ളതാണ് 2-ാമതായി നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യത്തേതല്ല, അദ്ദേഹത്തിൻ്റെ നന്മയുടെ ചരിത്രങ്ങളാണ് നമ്മൾ വായിച്ചത്. ആ വിഷയങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതിനാണ് 16-ാം അധ്യായം നമ്മുടെ മുമ്പാകെ ഉണ്ടാകേണ്ടത്. 16-ാമത്തെ അധ്യായം. അഭിഷിക്തൻ യഹോവയുടെ ആത്മാവ് തൻ്റെ മേൽ വന്ന് ചെയ്ത ചെയ്തികൾ ആ സമൂഹത്തിലെ
ഇസ്രയേൽ ജനത്തിലെ ഒരാൾക്ക് പോലും അതിന് മുമ്പോ അതിന് പിൻപോ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ല. എന്നാൽ അഭിഷിക്തൻ അത്ര ശ്രദ്ധേയനായി, വിജയ ശ്രീലാളിതനായി, ജനത്തിൻ്റെ മധ്യത്തിലും കുടുംബത്തിൻ്റെ മധ്യത്തിലും സുഹൃത്തുക്കളുടെ മധ്യത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഏത് ബലവാനും ഒരു ബലഹീനതയുണ്ട്, ഏത് ശക്തിമാനും ഒരു ദുർബല കണ്ണി അവൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ അഭിഷിക്തൻ്റെ ചില അഭിനിവേശങ്ങൾ, ചില കാമാതുരതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ട അഭിഷേകം ലഭിച്ച ശിംശോൻ വഴി മാറി ചിന്തിക്കുന്നതും വഴി മാറി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വ്രതസ്ഥൻ ആരായിരിക്കണം? ചിലതെല്ലാം സ്പർശിക്കുവാൻ പാടില്ല, ചിലതെല്ലാം കുടിക്കുവാൻ പാടില്ല, ചിലതെല്ലാം കഴിക്കുവാൻ പാടില്ല, ചിലതിൽ നിന്നെല്ലാം നിശ്ചിത അകലം പാലിക്കേണ്ടതാണ്. ആജീവനാന്തം ദൈവത്തിന് നാസീരായി അല്ലെങ്കിൽ വ്രതസ്ഥനായി നിൽക്കേണ്ട വ്രതസ്ഥൻ വ്യത്യസ്തനായിരിക്കണം, വ്രതസ്ഥൻ വിശുദ്ധനായി ജീവിക്കണം. അഭിഷേകം ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യാസമുള്ളവരായിരിക്കണം. അശുദ്ധിയിൽ ജീവിക്കുന്ന ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇവൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അഭിഷിക്തരായ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആണല്ലോ. എന്താണ് നമുക്കുള്ള ആസക്തി എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. പലപ്പോഴും നമുക്ക് ലഹരി എന്ന് പറയുന്നത് കുറേ കാലത്തിന് മുമ്പ് വരെ വാറ്റുചാരായം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത്. വലിക്കുന്നയാളിനെ പറ്റി കേൾക്കുമ്പോൾ ബീഡിക്കുറ്റി, സിഗരറ്റ് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ 3-4 വാക്കുകൾ ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള മലയാളികൾ പറയാറില്ല. ഇൻ്റർനാഷണൽ പേരുകളാണ് ഇതിൻ്റെ സ്ഥാനത്തെല്ലാം ആളുകൾ പറയാനായി ശ്രമിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ശക്തിമാന് ശക്തി ക്ഷയിച്ചു പോകുന്നത്? നമ്മുടെ ഈ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളവർക്കറിയാം, മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്കറിയാം, ഒരു ചെയിനിലാണ് ഇതിൻ്റെ വീലുകളെ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. സൈക്കിൾ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടങ്ങളിൽ ചവിട്ടിപ്പോകുന്നതിൻ്റെ ഇടയിൽ ചെയിൻ പറഞ്ഞു പോകും. പിന്നീട് സൈക്കിൾ വർക്ക്ഷോപ്പിൽ പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ചെയിൻ ലോക്ക് ചെയ്തിരിക്കുന്നത് വളരെ ദുർബലമായ ഒരു ചെറിയ ലോക്ക് കൊണ്ടാണ് ഏത് ചെയിനും അത് ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചെയിനിൻ്റെ കണ്ണി ദുർബലമായത് പറഞ്ഞു പോയാൽ നമുക്കവിടെ നിൽക്കാൻ സാധ്യമല്ല, അപകട സാധ്യതയാണ്. ചെയിൻ എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ പണ്ട് തൊട്ടിയും കയറും കിണറ്റിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്തക്കാലത്തെ ചിന്തിച്ചാൽ കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ മുപ്പിരി ഒക്കെയുള്ള കയറുകളിൽ ചില കയറിൻ്റെ ഒരു അംശം പൊട്ടി തുടങ്ങും. വീട്ടിലെ ഉത്തരവാദിത്വമുള്ളവർ അതിൻ്റെ ഒരു കണ്ണി പൊട്ടി വലിഞ്ഞു തുടങ്ങിയാൽ ഒന്നുകിൽ അത് കൂട്ടിച്ചേർത്ത് വിളക്കും, അല്ലെങ്കിൽ ഒരു കയറോട് അതിന് ചേർത്ത് പിടിക്കും. വീണ്ടും അത് ദുർബലമായി പൊട്ടി തൊട്ടിയും കയറും കൂടെ വെള്ളത്തിൽ പോകാതിരിക്കുവാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കും. എവിടെയാണ് ദുർബലമായിരിക്കുന്നത്, എവിടെയാണ് വീക്കായിരിക്കുന്നത്, അത് കണ്ട് അറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വേദപുസ്തകത്തിലെ ശക്തന്മാരായ പല കഥാപാത്രങ്ങൾക്കും അറിയപ്പെടുന്ന ദൗർബല്യമുണ്ടായിരുന്നു എന്നോർത്ത് പ്രൈസ് ദി ലോർഡ് ആരും പറയരുത്. ദാവീദ് ഇസ്രയേൽ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ സുവർണ കാലഘട്ടത്തിൻ്റെ രാജാവാണ് ദാവീദ്. ദാവീദിൽ വല്ലാത്ത നോട്ടവും ആകർഷണവും ബർശേബയിലേക്ക് ഉണ്ടായത് നമ്മൾ വായിക്കുന്നുണ്ട്. പാപം അത് സമ്മതിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ആദരിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ളത്. രണ്ടാമത് യാക്കോബ് എന്ന സൂത്രശാലിയായ ആളിനെ നമ്മൾ ഈ പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്. അഭിനയ ലോകത്തെ ചക്രവർത്തി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാവുന്നതാണ്. അത്രമാത്രം അഭിനയിച്ച് കാര്യങ്ങൾ നേടിയ ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എത്ര വലിയ ഒരു ആളിനും, എത്ര വലിയ ആളായിത്തീരുന്ന ആളിനും ദുർബലമായ ചില കണ്ണികളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ മനഃപൂർവ്വം ദുർബലമാക്കും. യാക്കോബ് ഈ യാബോക്ക് നദീതീരത്തിൻ്റെ അടുത്ത് വെച്ച് അവൻ അറിയാതെ ഉളുക്കിയതല്ല, ദൈവം ഉളുക്ക് കൊടുത്തതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ മനഃപൂർവ്വമായി ദുർബലമാക്കും. അത് നമ്മെ തോൽപ്പിക്കാനല്ല, പിന്നെയോ
ദൈവം ജയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. എവിടെയെല്ലാം നമ്മൾ ദുർബലമായി തോറ്റുപോകുന്നുണ്ടോ ആ സമയത്ത് നമ്മുടെ തോൽവി മാത്രമല്ല കാണേണ്ടത്. ഇവിടെ ഞാൻ തോറ്റുവെങ്കിൽ ഈ സ്ഥാനത്ത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം, യഹോവയായ ദൈവം ജയിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് യാക്കോബിന് അവിടെ ലഭിച്ചു. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആസക്തികളിൽ പറ്റിയ കാര്യങ്ങളാണ്. അഭിഷിക്തൻ, ആത്മനിറവുള്ളവൻ, വ്രതസ്ഥൻ ഒരു വേശ്യയിൽ ആകൃഷ്ടനാകും. ഇനി അതൊന്നും ഞാൻ വിശദമാക്കാൻ ശ്രമിക്കുന്നില്ല, കാര്യം നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് കൊണ്ടല്ല. എന്നാലും അത്രയും നല്ലതല്ല കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇരുന്നു പോകും. അതുകൊണ്ട് വ്രതസ്ഥൻ ഒരു വേശ്യയിൽ ആകൃഷ്ടനായി തീർന്നു. അകലങ്ങൾ സൂക്ഷിക്കേണ്ട, കണ്ണ് പതിയാൻ പാടില്ലാത്ത, സ്പർശിക്കുവാൻ പാടില്ലാത്ത, ടേസ്റ്റ് ചെയ്യുവാൻ പാടില്ലാത്ത മേഖലകളിലേക്ക് ആത്മനിറവുള്ളവൻ, അഭിഷിക്തൻ അവൻ തിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അവൻ്റെ പരാജയവും വൻ വീഴ്ചകളുമാണ് 16-ാം അധ്യായത്തിൽ തുടർച്ചയായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അവൻ്റെ പരാജയത്തിൻ്റെ തുടർ കഥകൾ കേൾക്കുന്നതൊന്ന്, അവൻ തൻ്റെ കുടുംബജീവിതത്തിൽ നിന്ന് ശരിയായ ആത്മനിറവുള്ള വഴിയിൽ നിന്ന്, അഭിഷിക്തൻ്റെ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോൾ ഒന്നാമത് തകർന്നത് അവൻ്റെ കുടുംബജീവിതമാണ്. അവൻ ആഗ്രഹിച്ച് അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അനുമതിയോടുകൂടെ കണ്ട് ഇഷ്ടപ്പെട്ട തിമ്നയിലെ ഫെലിസ്ത്യ കന്യക, അവളിൽ വളരെയധികം സ്നേഹമർപ്പിച്ച് ജീവിതം തുടങ്ങി. എങ്കിലും ആ ജീവിതം അധികം തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇതിൻ്റെ പേരാണ് ഡിവോഴ്സ് എന്ന ആധുനിക കാലത്തെ പേര്. പിന്നീട് ഉപേക്ഷിച്ചു. പിന്നീട് നമ്മൾ കാണുന്നു, അപ്പൻ പറഞ്ഞു ഇനി അതിനെ തരുന്ന പ്രശ്നമില്ല, അനിയത്തിയെ നോക്കിക്കോ എന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിനാണ് കുറുക്കന്മാരെ കൂട്ടിക്കെട്ടി നാട് മുഴുവൻ അദ്ദേഹം കത്തിച്ചത്. ഇന്ന് പ്രിയമുള്ളവരെ, ആസക്തി എവിടെയാണ് എന്ന് ചിന്തിക്കുക. ആസക്തി നിമിത്തം നമുക്ക് മുറിഞ്ഞു പോകുന്ന കുടുംബ ബന്ധങ്ങളുണ്ടോ? ഏതെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിൽ ഡിവോഴ്സ് പാലിക്കാത്ത ഒരു വലിയ കുടുംബവും ഇന്ന് കേരളത്തിലില്ല. അത്രമാത്രം അത് സർവ്വസാധാരണമായിരിക്കുമ്പോൾ ആരുടെയൊക്കെയോ അതിര് കടന്ന ആസക്തി മൂലം സ്നേഹബന്ധത്തിൽ തളച്ചിട്ടിരുന്ന, ഒന്നിച്ചു നിന്നിരുന്ന ബന്ധങ്ങളെ അകറ്റി മാറ്റിയത് നമ്മൾ ഇവിടെ ഇരുന്ന് മറന്നു പോകരുത്. രണ്ടാമത്തേതും ദലീല എന്ന പെൺകുട്ടി. ആ ദലീലയും മോശക്കാരിയല്ല. ദലീല വെറുതെ ആകൃഷ്ടയായതല്ല. ഫെലിസ്ത്യരുടെ ഒരു 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 പിന്നെ സ്പൈ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ അവിടെയുള്ള പ്രഭുക്കന്മാരിൽ നിന്ന് 1100 വെള്ളിപ്പണം വീതം ഓരോ പ്രഭുക്കന്മാരിൽ നിന്നും പറഞ്ഞൊത്ത പണം കൈപ്പറ്റിക്കൊണ്ടാണ് ഈ ശിംശോനെ ഞാൻ വളച്ചു തരാമെന്നുള്ള രീതിയിൽ. സാധാരണ സ്ത്രീകളെ വളയ്ക്കാനാണ് പുരുഷന്മാർ ശ്രമിക്കുന്നതെങ്കിലും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരെ വളയ്ക്കുന്ന സ്ത്രീകളും ഈ കാലഘട്ടത്തിൽ ഉണ്ട്. ദലീല ഒരിടത്തു നിന്ന് തോറ്റുവന്ന ആളിനെ വളരെയധികം സൗഹാർദ്ദത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആസക്തി വേശ്യയിലേക്ക് തിരിഞ്ഞതുപോലെ തന്നെ പരസ്ത്രീ ഗമനത്തിലേക്ക് പോവുകയാണ്. സ്നേഹപ്രകടനത്തിന് മധ്യത്തിൽ അവൻ വീണുപോകുന്നതായി കാണുന്നു. അവനോട് സ്നേഹപൂർവ്വം ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, നിനക്കെത്ര എസ്റ്റേറ്റ് ഉണ്ട്, എത്ര കാറുണ്ട്, എത്ര സൗകര്യങ്ങളുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ അവൾ മിടുക്കിയാണ്. ലോകത്തിലെ ഒരു സ്ത്രീയും ചോദിക്കുകയാണ്, അഭിഷിക്തനായ ശിംശോനെ, നിന്റെ ശക്തി എവിടെയാണ്? വെർ ഈസ് യുവർ സ്പിരിച്വൽ പവർ? ഇന്ന് പ്രിയമുള്ളവരെ, ബാക്കി ലോകത്തിൻ്റെ സകല ആസ്തികളെക്കുറിച്ചും വലിയ സമ്പാദ്യത്തെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ച് പരതിക്കൊണ്ടിരിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ആത്മനിറവുള്ള ദൈവ അഭിഷിക്തന്മാരുടെ പിന്നിൽ ചില പെണ്ണാളുകൾ കൂടിയതിനു ശേഷം വേർ ഈസ് യുവർ സ്പിരിച്വൽ പവർ? അത് തകർത്തു തരാൻ ഞാൻ തയ്യാറാണ്. അഭിഷേകം കൊണ്ട് ഉദരത്തിൽ നിന്നിറങ്ങിയ ദൈവമക്കൾ, അഭിഷിക്തരായി ലോകത്തെ കീഴ്മേൽ മറിച്ചവർ, പന്തലുകൾ കീഴടക്കിയ പല ആളുകളെയും പല പരസ്ത്രീ ഗമനത്തിൻ്റെ പേരിൽ പത്രത്താളുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. മറന്നുപോകരുത്. എവിടെയാണ് ഒരു ശക്തൻ്റെ വീക്ക്നെസ്? അഭിഷേകം ലഭിച്ചവർ നിന്റെ പണം എത്രയാണെന്നും നിന്റെ ബാക്കി ആസ്തി എത്രയാണെന്നും ഏതൊരാളോട് വെളിപ്പെടുത്തിയാലും എന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ ശക്തിയെ
ഒരു പെണ്ണിൻ്റെയും മുമ്പിൽ അടിയറവ് വെക്കുവാൻ ഒരു അഭിഷിക്തന് സാധ്യമല്ല, പാടില്ല എന്ന അടിവരയിടുന്ന ഭാഗമാണ് ദലീല ശിംശോൻ കൂടിക്കാഴ്ചയിൽ കാണുന്നത് എന്ന് ഓർത്തുകൊള്ളണം. ദലീല ശിംശോനെ ഒറ്റിക്കൊടുക്കുവാൻ തന്നെയാണ് കൂടിയിരിക്കുന്നത്. പടിപടിയായി അവനെ വളയ്ക്കുന്നു. എല്ലാം ഞാൻ വായിക്കുന്നില്ല. പ്രണയഭ്രാന്തിൽ, കാമാസക്തതയിൽ പടിപടിയായി അഭിഷിക്തൻ അഭിസാരികയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്നു. അഭിഷിക്തരുടെ അന്തി ഉറക്കങ്ങൾ, അഭിഷിക്തരുടെ വിശ്രമ കേന്ദ്രങ്ങൾ, അഭിഷിക്തരുടെ എൻ്റർടൈൻമെൻറ്റ് ടൈമുകൾ നമ്മൾ സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ട കാലം ആണ്. 16-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യത്തിൽ അദ്ദേഹം അതിനു മുമ്പ് പല പല കാര്യങ്ങൾ, 7 ഞാണുകൾ 7 കയറുകൾ കൊണ്ടവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. 3-ാമത് പറഞ്ഞു, എൻ്റെ തലയിലെ 7 ജഡ നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ എൻ്റെ ശക്തി എന്തെന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. എല്ലാം പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, നിൻ്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഹൃദയം ചോദിച്ചപ്പോൾ അവൻ ശാന്തമായി 17-ാം അധ്യായത്തിൽ വായിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. എവിടെയാണ് ഈ ശിംശോൻ്റെ ശക്തിയെന്നും എവിടെ തൊട്ടാലാണ് ശക്തി ശോഷിക്കുന്നതെന്നും അവൾ തിരിച്ചറിയുന്നതായി കാണുന്നു. ഒരു ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ, നമ്മളവിടെ വായിക്കുകയാണ്, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്നവളോട് പറഞ്ഞു. അഭിഷിക്തർ, ആത്മനിറവുള്ളവർ ശേഷം മനുഷ്യരെ പോലെ ആകുന്നത് അഭിഷേകത്തിൻ്റെ ശക്തി കൈമാറ്റം ചെയ്യുന്ന സന്ദർഭം ആണ്. മടിയിൽ മയങ്ങി ആസക്തികളിൽ എന്താണ് സുഖം എന്നറിയാവുന്നവരോട് ചോദിച്ചാൽ പറയും, ഉറക്കമൊന്നും വരുന്നില്ലായിരുന്നു. വൈകിട്ട് ഇതിൽ 2 വിട്ടേച്ച് കിടന്നാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഗുളികയൊന്നും, ശാന്തമായ ഉറക്കം. വീട്ടുകാരത്തെയും പറയും, രാത്രി ഒരു ശല്യവും ഇതിയാനെക്കൊണ്ട് ഇല്ല, വൈകിട്ട് അത്രയും ഉള്ളത് നല്ലതാണ്. മയങ്ങാൻ പറ്റിയതാണ്. ചില ആളുകളെയൊക്കെ മയക്കി കിടത്തുന്നതിന് വേണ്ടി മയക്കുമരുന്നൊന്നും പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ആണ്. ശക്തിമാൻ ഈ ദലീലയുടെ മടിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തമായി ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ അവൻ കിടക്കുകയാണ്. 16-19 നമ്മൾ വായിക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. എനിക്കിതിൻ്റെ ഒന്നും അർത്ഥം നേരത്തെ അറിയത്തില്ല. ഒതുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിലെ വാക്കാണോ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒതുക്കുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഒതുക്കുന്ന കാര്യത്തിൽ ദലീലയെക്കാട്ടി വലിയ ആൾ ഇല്ല വേദപുസ്തകത്തിൽ. ദലീല ശക്തനായ അതികായനായ അഭിഷിക്തനെ ഒതുക്കി 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 മടിയിൽ. ഒടുവിൽ പറയുന്നു, അവൻ്റെ ശക്തി അവനെ വിട്ടു പോകുന്നതായി കാണുകയാണ്. അഭിഷേകം ലഭിക്കുന്ന നിമിഷം വളരെ ആഘോഷപൂർവമാണ് നമ്മളെല്ലാം കൊണ്ടാടുന്നത്. മാർത്തോമാ സഭയിലെ വിശ്വാസികളുടെ വളർച്ചയിൽ ചില അഭിഷേക നിമിഷങ്ങൾ പറയാം. നമ്മൾ സാധാരണ അഭിഷേകം എന്നൊക്കെ കേൾക്കുമ്പോൾ ശമ്മാ സ്ഥാനവും കശീശ സ്ഥാനവും റംബാൻ സ്ഥാനവും അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സ്ഥാനാരോഹണമൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതും. നിങ്ങളുടെ മുഴുവൻ ടാർഗറ്റും പ്രസംഗിക്കുന്ന എന്നെ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നവരെയാണെന്ന് എനിക്കറിയാം. കാര്യം ഞങ്ങളാരും അത്ര അഭിഷേകരൊന്നും അല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. അഭിഷേകത്തിൽ അതിൻ്റെ കൊടിയേറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. മാമോദീസ കല്യാണം എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ ദൈവസന്നദ്ധിയിൽ ദേവാലയത്തിൽ വന്ന് സമർപ്പിക്കുമ്പോൾ വളരെ ആഘോഷപൂർവമായിട്ടാണ് നടത്തുന്നത്. ആദ്യ കുർബാന
ഇന്ന് ഒരു ആഘോഷമായിട്ടാണ് നടക്കുന്നത്. ഓർഡിനേഷനെല്ലാം ചെറിയ ശുശ്രൂഷകളല്ല, വമ്പൻ ആഘോഷങ്ങളായിട്ട് മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. ബർത്ത്ഡേക്കൊക്കെ പണ്ട് കാലത്ത് സൗകര്യമുള്ളവൻ്റെ വീട്ടിൽ ഒരു അരിപ്പായസം വെച്ച് അയൽവക്കക്കാർക്ക് കൊടുത്തെങ്കിൽ കൊടുക്കുമ്പോഴാണ് അവൻ കുടിക്കുമ്പോൾ അറിയുന്നത് അപ്പുറത്തെ കുഞ്ഞിൻ്റെ ജന്മദിനമാണ്. ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ നടത്താനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹം, അതാണ് ആഘോഷത്തിൻ്റെ കൊടുമുടി എന്ന് പറയുന്നത്. 7.5 പൊന്നാനയെ തോൽപ്പിക്കുന്ന ആഘോഷ അകമ്പടികളോടുകൂടെയാണ് എല്ലാം നമ്മൾ ഭംഗിയായിട്ട് പോകുന്നത്. കഴിഞ്ഞിടെ ഒരു അച്ഛനോട് വിവാഹത്തിൻ്റെ ആളുകൾ വന്ന് ചോദിച്ചു, വളരെ ശ്രദ്ധേയമായ പള്ളിയിലാണ്, ആരാച്ച കാപ്പയിടുന്നത്? പറഞ്ഞു, ഞങ്ങൾ പലരുണ്ടെന്ന് ആലോചിച്ചിട്ട്. എന്താ ചോദിച്ചത്? കാപ്പയുടെ കളറ് എന്ത് ആയിരിക്കണം? ഇവിടെ 3-4 ഉള്ളൂ. ഞങ്ങൾ കളർ തീം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കളർ അനുസരിച്ചൊരു കാപ്പ എടുത്ത് തരുന്നതിന് വേണ്ടിയാണ്. ഇത് അഹങ്കാരമല്ല, ഇതിൻ്റെ പേര് ആഘോഷം എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ചവിണ്ടതും ചേരാത്തതുമായ ഒരു കോമ്പിനേഷനും ഇല്ലാത്ത ഏണയെ കോണേന്നിരിക്കുന്ന ഒരു കാപ്പ ഇട്ടുകൊണ്ട് നിന്നാൽ മുഴുവനും പോയി. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ അകത്ത് വേണം. അച്ഛനും നിവൃത്തിയില്ലല്ലോ, ആ സമയത്തെല്ലാം ഞങ്ങളുടെ പടം എടുത്തേ ഒക്കത്തുള്ളൂ, അല്ല തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കളർ തീമുമായിട്ട് വരികയാണ്. ആഘോഷത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ വിവാഹം. ശവസംസ്കാരവും ഒട്ടും മോശമല്ല, അതിവിടെ പറ്റിയതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ ആഘോഷം കൊട്ടിഘോഷിക്കുന്ന, അരങ്ങേറുന്ന പല ആഘോഷങ്ങളും പടിയിറങ്ങിപ്പോകുന്നത് ആരും അറിയാതെ ആണ്. വിവാഹത്തിൻ്റെ കെട്ടിക്കേറൽ എന്ന് പറഞ്ഞാൽ അതൊരു കയറ്റമാണ്. അത് സ്വീകരിക്കുന്നത് ശവക്കോട്ടയിൽ 3:30 മണി കഴിയുന്നത് വരെ ചുറ്റിക്കറങ്ങി ഫോട്ടോ എടുക്കുന്നത്, നദിയിൽ കാല് കഴുകിയിട്ട് വരുന്നത്, എല്ലാം സമയം നോക്കി വന്ന് കയറുമ്പോൾ, പടി ചവിട്ടി കയറി വരുമ്പോൾ ഇതുവരെയും നിലവിളക്കെടുക്കാത്ത അമ്മയെ കൊണ്ട് നിലവിളക്കെടുക്കുകയും എണ്ണ തൂകിപ്പോവുകയും ഇതുവരെയും ബൈബിൾ എടുക്കാത്ത ആളിനെ കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബൈബിൾ പിടിക്കുകയും കാലിടത്തും വലത്തും ഉണ്ടോ എന്ന് സൂക്ഷ്മദർശിനി വെച്ച് നോക്കുകയും പിടിച്ചു കയറ്റിക്കൊണ്ട് പോവുകയും അന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ കണ്ടാൽ എന്തോ ഒരു തുടക്കം ആണ്. ആ പെണ്ണ് പടിയിറങ്ങിപ്പോയത് ഒരച്ഛനും അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഞാൻ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. നിന്നെ മാമോദീസ ആഘോഷിച്ച കുഞ്ഞിന്നിവിടെ ആദ്യ കുർബാനയ്ക്ക് ഈ അച്ഛനെക്കാട്ട് ശുഭ്രവസ്ത്രധാരിയായി കിരീടവും ധരിച്ചു വന്ന ആദ്യ കുർബാന ആഘോഷപൂർവ്വം നടത്തിയ കുട്ടിയെവിടെ? ഈ വിവാഹം സർവ്വ ആളുകൾക്കും കാണത്തക്ക രീതിയിൽ ലൈവ് ഷോ നടത്തിയ നിന്റെ കുഞ്ഞ് പടിയിറങ്ങിപ്പോയത് ആരറിഞ്ഞു? സമർപ്പണത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇന്ന് മുഴങ്കാൽ മടക്കിയ 35ഓളം കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ തിരികെ എവിടെ വരുന്നു എന്ന് അന്വേഷിക്കുന്നവരാരുണ്ട്? അവരെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആരുണ്ട്? ആഘോഷം അത്യുത്സാഹത്തോടുകൂടെയാണ്, ആർഭാടത്തോടുകൂടെയാണ്. ശിംശോനും കുറവല്ലായിരുന്നു. ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് ജനിച്ചപ്പോൾ മനോഹ എന്ന ദൈവ പുരുഷൻ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നമുക്കൊരു ഹോമയാഗം അർപ്പിക്കാം, ദൈവത്തിനൊരു യാഗപീഠം പണിയാം, ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. ഭക്ഷണവും അതുപോലെ ആർഭാടവും നടത്തുന്നതില്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ സമർപ്പിതനാണ്. ആ കുഞ്ഞിനു വേണ്ടി കുഞ്ഞ് വളർന്നു 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 വന്നപ്പോൾ അവൻ്റെ ഇഷ്ടമൊക്കെ സാധിപ്പിച്ചു കൊടുത്ത നല്ല അപ്പനും അമ്മയും ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവൻ നാസീർ വ്രതക്കാരൻ, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, ന്യായപാലനം ചെയ്യുന്നവൻ, അവൻ വഴിമാറിപ്പോകുവാൻ ഇടയാകരുതെന്ന് കൂട്ടുതിന്ന അപ്പനും അമ്മയും. അതുകൊണ്ട് ആത്മാവ് പടി ഇറങ്ങുന്നത് ആരും അറിയാതെ ആണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്നവർ ദൈവസന്നിധിയിൽ ഇന്ന് സമർപ്പിച്ചവർ കാണും, കർത്താവെ 2 വർഷമായിട്ട് ഇവിടെ നിന്ന് വരാൻ പറ്റിയില്ലല്ലോ, ഇനി ഞാൻ മുടക്കുകയില്ല, ഇനി ഞാൻ നിൻ്റെ സന്നിധിയിൽ, ഇന്ന് സൈമണച്ചൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് മയങ്ങാനും ഉറങ്ങാനും കിടക്കാനുമുള്ള ഒരു പണിക്ക് ഞാൻ പോകുന്നതേ ഇല്ല, വല്ലം പറ്റിയത് പറ്റിപ്പോയി, ദലീലമാരെ എല്ലാം ഞാൻ മര്യാദ പഠിപ്പിക്കും, ഇല്ലെങ്കിലും ഇനി ഞാൻ കണ്ടറിഞ്ഞേ നിൽക്കുകയുള്ളൂ, ഇനി ഞാൻ പന്തയത്തിന് കൂട്ടു നിൽക്കത്തില്ല. വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന ആളുകൾ ഇവിടെ കാണും. എന്നാൽ ഇത് കഴിഞ്ഞു പോകുന്ന മേഖലകളിൽ ഇവിടെ ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ മുഴങ്കാൽ മടക്കി
പ്രതിജ്ഞയെടുക്കുന്നവർ, എവിടെയാണ് നമ്മുടെ തീരുമാനം പടിയിറങ്ങിപ്പോകുന്നത്, അഭിഷേകം പടിയിറങ്ങിപ്പോകുന്നതെന്ന് ചിന്തിക്കണം. അഭിഷിക്തൻ, അവൻ്റെ ആസക്തി അവനെ അഭിഷേകത്തിൽ നിന്ന് പടിയിറക്കുന്നതായി നമ്മൾ കാണും. നമ്മൾ ശാന്തമായി ചിന്തിക്കുക. വേദപുസ്തകത്തിലെ നല്ല വാക്യങ്ങളാണ്. സർവ്വ ലോകവും നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത്? ആത്മാഭിഷേകം ലഭിച്ചവർ അത് നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അമ്മച്ചിയുടെ വീട്ടിൽ കയറ്റിവെക്കാൻ കൊണ്ടുവന്ന മൃതശരീരം പോലെ തന്നെ ആണ്. സർദീസിലെ സഭയോട് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവൻ ആകുന്നു. എന്താണ് നമ്മുടെ അഭിഷേകം? ഏതിലാണ് നമ്മുടെ ആസക്തി? എന്താണ് നമ്മുടെ ബലം? എന്താണ് നമ്മുടെ ബലഹീനത? ഏതാസക്തിക്ക് മുമ്പിലാണ് എൻ്റെ ശക്തി ചോർന്നു പോയത്? എവിടെ വെച്ചാണ്, ഏത് ജംഗ്ഷനിൽ വെച്ചാണ്, ഏത് വീട്ടിൽ വെച്ചാണ്, ആരുടെ മുമ്പിൽ വെച്ചാണ് എൻ്റെ ആത്മാവ് പടിയിറങ്ങി പോയത്? ഈ ലഹരി വിരുദ്ധ ദിനത്തിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്രകാരം ഞാൻ വായിച്ചൊരു കഥ പറയുകയാണ്. ഞങ്ങളുടെ നാട്ടിലെങ്ങും നടന്നതല്ല, അങ്ങനെ ചോദിക്കരുത്. അപ്പോൾ മദ്യപാനികൾ, നല്ല ഇൻ്റർനാഷണൽ മദ്യപാനികൾ, അവർ നാസി വ്രതം പോലെ ജീവിതം മുഴുവൻ കുടിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ച 2 പേർ. അപ്പോൾ അതിലൊരാൾ അന്നത്തെ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് കിടന്നപ്പോൾ അവസാനമായിട്ട് അവിടെയുള്ള വിളക്ക് ഊതിക്കെടുത്തി. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ആൽക്കഹോളായിരുന്നു, ശ്വാസവും ആൽക്കഹോളാണ്. ഊതിയതോടുകൂടെ തീ മുഖത്ത് പിടിച്ചു, വെന്ത് മരിച്ചു. കൂട്ടുകാരനിതറിഞ്ഞു. കൂട്ടുകാരനൊരു സത്യപ്രതിജ്ഞ ചെയ്തു, ഇനി മേലാൽ ഞാൻ വിളക്ക് ഊതിക്കെടുത്തില്ല എന്ന് തീരുമാനിച്ചു. ഇന്ന് നമ്മുടെ പല തീരുമാനങ്ങളും വിളക്ക് കണ്ട് കത്തിപ്പോകരുത് എന്നേ ഉള്ളൂ. ആൽക്കഹോൾ കൊണ്ട് കത്തിപ്പോകുന്നതൊന്നും നമുക്ക് വിഷയം അല്ല. ചിലരോടൊക്കെ മാതാപിതാക്കൾ പറയും, അല്പമൊക്കെ ആകാം, ഇന്നിപ്പോൾ ആരാണ് അല്പമെങ്കിലും ഇല്ലാത്തത്, പക്ഷേ മോനെ അതിര് വിടരുത് എന്ന് പറയും. അല്പമാണ് അതിരുകൾ ലംഘിക്കുന്നത്. മക്കളുടെ സമയ പട്ടിക ഒക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അജയ്യനായ അഭിഷിക്തനായിരുന്നു ഈ ശിംശോൻ. 2ാമത് പറഞ്ഞത് അഭിഷിക്തൻ്റെ ആസക്തിയാണ്. 3ാമതൊരു ചിന്തയോടെ പറഞ്ഞ് എളുപ്പത്തിൽ നിർത്താം, സമയം അപ്പോഴത്തേക്ക് പൂർണ്ണമാകും. ആത്മാവ് നഷ്ടപ്പെട്ടവൻ വെറും അഭ്യാസി മാത്രമാണ്. ആത്മാവ് നഷ്ടപ്പെട്ട അഭ്യാസിയായ ശിംശോൻ 16-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തി അവനെ വിട്ടുപോയത് അറിഞ്ഞില്ല. അപ്പോൾ അവനോട് പറയുകയാണ്, ശിംശോനെ, ദലീലയാ പറയുന്നത്, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടുപോയി എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിയുകയും ഒഴിഞ്ഞു കളയുകയും എന്ന് വിചാരിച്ചു. നേരത്തെ ശിംശോൻ അങ്ങനെ ആയിരുന്നു. ഫെലിസ്ത്യർ എന്നൊരു വാക്ക് കേട്ടാൽ ഏതുറക്കത്തിൽ നിന്നും ശിംശോൻ ഉണരും. അവൻ ഉണർന്ന് എഴുന്നേറ്റാൽ ഫെലിസ്ത്യർ തോറ്റിരിക്കും. അപ്പോൾ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിയും എന്ന് പറഞ്ഞാൽ അവനൊന്ന് നീണ്ടു നൂർന്നാൽ അവിടെ ഫെലിസ്ത്യർ പരാജയപ്പെടുമെന്ന് വിചാരിച്ചു. അവൻ ശക്തി പോയത് അറിയാതെ എഴുന്നേൽക്കുകയാണ്. അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഫെലിസ്ത്യർ അവൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. 21-ാം വാക്യത്തിൽ ഗസയിലേക്ക് കൊണ്ടുപോയി ഇരുമ്പ് ചങ്ങലയ്ക്ക് പകരം ചെമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു. അവനെ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്ന് തുടങ്ങി. അവൻ്റെ ശക്തി എല്ലാം പോയി. അവനിപ്പോൾ എഴുന്നേറ്റ് അവൻ അഭ്യാസം ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അത് വെറും അഭ്യാസമായിട്ട് തീർന്നു. അഭിഷിക്തൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ അവൻ വെറും അഭ്യാസിയാണ്. അവൻ്റെ ശുശ്രൂഷകൾ പ്രഹസനമാണ്. അവൻ്റെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും അഭിനയങ്ങളായിട്ട് മാറും.
താഴെയോട്ട് കാണുന്നു. അവനെ ബന്ധിച്ചുകൊണ്ട് അവനെ കളിക്കാൻ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അവനെ കളിത്തട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആത്മാവ് ശക്തിപ്പെട്ട ശിംശോൻ ഉണരുകയാണ്. അവൻ കുടഞ്ഞൊഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അവൻ്റെ കണ്ണുപോയി, അവൻ്റെ ബലം നഷ്ടപ്പെട്ടു. അവൻ കളിത്തട്ടിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോമാളിയെ പോലെ അവൻ വന്ന് നിൽക്കുകയാണ്. സർക്കസ് കൂടാരമൊക്കെ ആളുകൾക്ക് അറിയാമല്ലോ. ഒരു പക്ഷെങ്കിൽ അഭിഷിക്തൻ്റെ അഭിഷേകം പോയാലും അവൻ മിടുക്കനാണെങ്കിൽ അഭിനയിച്ച് കുറേ കാലം കൂടെ ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ആരാധനയും, ക്ഷമിക്കണം പറയുന്നതിൽ, നമ്മുടെയൊക്കെ പ്രസംഗങ്ങളും ആത്മീയ ശുശ്രൂഷകളും, മുമ്പേ നമ്മൾ പറഞ്ഞ ആഘോഷപൂർവ്വം നടത്തുന്ന പല കൂദാശകളും ഒക്കെ അതിനകത്ത് അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെല്ലാം ഇവൻ്റ് മാനേജേഴ്സ് നടത്തുന്ന രംഗസംവിധാനമായിട്ടും അഭിനയമായിട്ടും വെറും കേളി രംഗമായിട്ടും മാറുന്നുണ്ടോ എന്ന് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കണം. ഒരു പക്ഷെങ്കിൽ എന്നേക്കാൾ നല്ലതായിട്ട് പ്രസംഗം അവതരിപ്പിക്കാൻ കഴിയുന്നവർ കാണും. അഭിമന്യ തിരുമേനി വിശുദ്ധ കുർബാന ചൊല്ലിയതിനേക്കാൾ വളരെ മരങ്ങളെ ചായ്ച്ചെടുത്തക്ക രീതിയിൽ കുർബാന ചൊല്ലി അവതരിപ്പിക്കുവാൻ കഴിയുന്നവർ കാണും. ഇന്ന് പാടിയ മനോഹരമായ പാട്ടുകളേക്കാൾ ഇവിടെ തകർക്കാവുന്ന വേറെ ഗായക സംഘങ്ങൾ ഇവിടെ കാണും. ഏതെല്ലാം മേഖലകളിൽ വൈദഗ്ധ്യങ്ങൾ തെളിയിക്കുവാൻ നമുക്ക് കഴിയും. വലിയ വലിയ ഷോകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു പോകേണ്ടത്, അഭിഷേകം നഷ്ടപ്പെട്ടവൻ്റെ അഭിനയം പ്രൊഫഷണൽ അഭിനയത്തെക്കാളും മുന്നിൽ വരുന്ന അഭിനയം ആണ്. അഭിനയം ജനം അറിയണമെന്ന് ഇല്ല, പക്ഷെങ്കിൽ ദൈവം അറിയും. വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ അഭിനയങ്ങൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു പരിധിവരെ വിശ്വാസ സമൂഹം അറിയണമെന്നില്ല, ദൈവം അറിയും. ഒരു ഉദാഹരണം കൂടെ പറയാം, നിർത്തുകയാണ്. അവിടെ ഭക്ഷണമൊക്കെ വന്നു, അതിൻ്റെ ബക്കറ്റാണ് സൈഡിൽ കൂടെ പോകുന്ന ആളുകളുടെ ശ്രദ്ധ തിരിയായിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മറ്റൊന്നും അപകടമൊന്നും ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി എല്ലാ വേദികളിലും ചർച്ചയും, പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളും ഒരുപാട് സ്റ്റേജുകളിൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് അദ്ദേഹത്തിന് വിശ്രമമില്ലാതെ ഓടുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഡ്രൈവർ കൂടെയുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തടുത്തേക്ക് ക്ഷീണം മാറി മാറി പോയ സമയത്ത് ഡ്രൈവർ നല്ല സുഹൃത്താണ്, പറഞ്ഞു, സാറേ വിരോധമില്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ ഞാൻ മാനേജ് ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിനകത്ത് യാതൊരു അതിശയോക്തിയില്ല. അവൻ ഈ സാറിൻ്റെ മുഴുവൻ പ്രഭാഷണങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന് പ്രതികരണം പറയുന്നതും എല്ലാം കേട്ട് കാണാപ്പാഠം ആണ്. അങ്ങനെയാണെന്നല്ല, അച്ഛനെക്കാട്ടി കാണാപ്പാഠം അറിയാവുന്ന ശുശ്രൂഷകർ ഉണ്ട്, അങ്ങനെ ഓർത്തേച്ചാൽ മതി. അപ്പോൾ ഏറ്റവും ഭംഗിയായി ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രഭാഷണം, ചോദ്യ ഉത്തരങ്ങളെല്ലാം അറിയാം. ഒരു വേദിയിൽ ചെന്നപ്പോൾ ക്ഷീണിച്ച് തളർന്ന് പറഞ്ഞു, നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ ശരി നീ കാറ്. അദ്ദേഹത്തിൻ്റെ വണ്ടി പോയി നിർത്തി. ഡ്രൈവർക്ക് ഐൻസ്റ്റീൻ തൻ്റെ കോട്ട് കൊടുത്തു. കണ്ടാലും വലിയ രൂപ വ്യത്യാസമില്ലെന്ന് മനസ്സിൽ കാണുക. സ്റ്റേജിൽ കയറി ഹർഷാരവത്തോടുകൂടെ സ്വീകരിച്ചു. അദ്ദേഹം ക്ലാസ് എടുത്തു. ചോദ്യോത്തരങ്ങൾ തുടങ്ങി. ഡ്രൈവർ സീറ്റിൽ പുറത്ത് ഇരുന്ന ഐൻസ്റ്റീൻ ഇടയിൽ വന്ന ജനത്തിൻ്റെ പുറകിൽ ഇരുന്നു. ഇവൻ എന്താണ് പറഞ്ഞു പിടിപ്പിക്കുന്നതെന്നറിയാൻ പല പല ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. ഒടുവിലൊരു ചോദ്യം, അവനെ കുഴയ്ക്കുന്ന ചോദ്യം വന്നു. അപ്പോൾ ഡ്രൈവർ സ്വതസിദ്ധമായിട്ട് പറഞ്ഞു, ഇതൊക്കെയാണോ ചോദ്യം? കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യം ചോദിക്കണം. ഇതൊക്കെ എൻ്റെ ഡ്രൈവർക്ക് പോലും പറയാനുള്ള ഉത്തരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡ്രൈവർ പുറകിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിൽ വന്നു. യഥാർത്ഥ ഐൻസ്റ്റീൻ വന്ന് ഉത്തരം പറഞ്ഞു. പിന്നീട് ഒരാളും ഒരു ചോദ്യവും ചോദിച്ചു. ഇതിനെക്കാട്ടിൽ വലിയ അഭിനയങ്ങൾ നമുക്കറിയാവുന്നതാണ്. പാവ ഐൻസ്റ്റീൻ ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ നമുക്ക് യഥാർത്ഥ അഭിഷിക്തരെക്കാൾ വലിയ അഭിഷിക്ത അഭിനയങ്ങളുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ അഭിനയം
ഒരിക്കൽ ദൈവം വെളിപ്പെടുത്തും. അഭിനയം ഒരിക്കൽ ജനം തിരിച്ചറിയുന്ന സന്ദർഭം ഉണ്ടാകും. അത് അറിയുന്ന സന്ദർഭം ഇവിടെ വന്നു കഴിഞ്ഞു. അവന് സ്വയമായി അഭിനയിച്ച് നിൽക്കുവാൻ അവൻ കളിത്തട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കണ്ണ് കുത്തിപ്പൊട്ടിച്ചവൻ കൂടെ നിൽക്കുന്ന ആളിനോട് പറഞ്ഞു, ഒരു തൂണ് ചാരി നിൽക്കാനായിട്ട് എന്നെ അനുവദിക്കണം എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മൾ അഭിനയിച്ച് തുടങ്ങുന്നത്. എന്നെ കണ്ടാൽ കട്ടവനാണെന്ന് തോന്നുമോ? ഒരിക്കലും ഇല്ല. എന്ന രീതിയിൽ അഭിനയിക്കുവാൻ. എന്നെ കണ്ടാൽ കുടിച്ചവനാണെന്ന് തോന്നുമോ? അച്ഛൻ്റെ കൂടെ ആത്മായ ശുശ്രൂഷകനായിട്ട് ഞാൻ എത്ര വർഷമായിട്ട് നിൽക്കുന്നു, എന്തൊരു സംശയം വെച്ചാൽ പാടുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഏതെല്ലാം രീതിയിൽ നമുക്ക് അഭിനയിച്ച് കൂടുണ്ട്. എല്ലാ മേഖലകളിലും നിൽക്കുന്നവരുടെ അഭിനയത്തിൻ്റെ ആ മുഖാവരണം തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് കഴിയും. അത് സർവശക്തനായ ദൈവം ശിംശോൻ്റെ അഭിനയവും തിരിച്ച് അറിയുന്നതായി കാണും. കൺക്ലൂഷൻ പറയുകയാണ്. 28-ാമത്തെ വാക്യം. അവൻ വെറുതെ കളിക്കുകയാണ്, അഭ്യാസമാണെന്ന് തിരിച്ചറിയും. 27-ാമത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ. എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫെലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിൽ ഉണ്ടായിരുന്നു. ഇത് വെറും കളിയാണെന്ന്, തൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞ ശിംശോൻ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ശിംശോൻ ഒരു അഭിഷിക്തൻ, നാസീർ വ്രതക്കാരൻ. മൃഗത്തെ കണ്ടാലും ആത്മശക്തിയോടുകൂടി അതിനെ നേരിടുന്ന ശക്തനായ യോദ്ധാവ്. എല്ലാം കീഴടക്കിയ ഈ യോദ്ധാവ് അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. ദലീലയുടെ മുമ്പിൽ കീഴടങ്ങി എല്ലാവരെയും കീഴടക്കാനായി ശ്രമിച്ചു. കീഴടക്കിയ ചരിത്രം മാത്രമുള്ള ശിംശോൻ അതിശക്തൻ. അവൻ ബലഹീനനായി അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവമേ, എന്നെ ഓർക്കണമേ, ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ശക്തി തരണമേ. ലഭിച്ച ശക്തി മുഴുവനും ദൈവനാമ മഹത്വത്തിന് സമയബന്ധിതമായി ചെയ്ത് പൂർത്തിയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ പോയ ആത്മനമ്പരത്തോടും തികഞ്ഞ അനുതാപത്തോടും കൂടെ ശിംശോൻ ദൈവസന്നിധിയിൽ പറയുകയാണ്, റിമെമ്പർ മീ ഓ ലോർഡ്, എന്നെ ഒന്നോർക്കണം, മറക്കല്ലേ എന്നാണ്. 2, ഒരു പ്രാവശ്യം കൂടെ എനിക്കൊരു ശക്തി നൽകുക. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇനി നിനക്ക് ശക്തി? പറയുകയാണ്, എനിക്ക് ഈ ശക്തി തന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു. ദലീലയുടെ മുമ്പിലോ കുറുക്കന്മാരുടെ മുമ്പിലോ ശത്രു സൈന്യത്തിൻ്റെ മുമ്പിലോ ഈ സിംഹത്തിൻ്റെ മുമ്പിലോ ശക്തി തെളിയിക്കാനല്ല എനിക്ക് പരമമായി ദൈവം അഭിഷേകം തന്നത്. പകരം ഫെലിസ്ത്യരുടെ കൈകളിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ ജനത്തെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന രക്ഷണ്യ ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതെനിക്ക് അവരെ രക്ഷിക്കണം. അവസാന നിമിഷം നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ആ അന്ത്യകുർബാന കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 വാക്ക് പറഞ്ഞു, അത് സൂപ്പറായിരുന്നു. അതോടുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന സകല കാര്യങ്ങളും ക്ഷമിച്ച് പോയി എന്ന് നമ്മൾ പറയുന്നത്. അന്ന് പോയില്ലായിരുന്നെങ്കിൽ അപ്പച്ചൻ നരകത്തിൽ പോയേനെ. ഏതായാലും അവസാനത്തെ പ്രാർത്ഥന അത് നീണ്ട പ്രാർത്ഥനയല്ല. ഞാൻ തിരുമേനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഇത് ശിംശോൻ്റെ ലുത്തിനിയ ആണ്. ഇന്ന് ഒരുപാട് ലുത്തിനിയ ഉണ്ട് സഭയിൽ. ഇന്ന് എനിക്ക് വേണ്ടിയുള്ള ലുത്തിനിയ CV സൈമണച്ചൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട വിഷയം, എൻ്റെ അഭിഷേകം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുകയും
എൻ്റെ ആസക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്ത് എൻ്റെ അഭ്യാസമെല്ലാം ദൈവസന്നിധിയിൽ താത്തുവെച്ച് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഉള്ളൊരുകുന്ന പ്രാർത്ഥനയുടെ പേരാണ് പ്രിയമുള്ളവരെ ലുത്തിനിയ. ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയ NS മാധവൻ എഴുതിയിട്ടുണ്ട്. അത്രയുമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിഷേകവും ആസക്തിയും അഭിനയവും തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ലുത്തിനിയ ചൊല്ലിയിട്ടേ പോകാവൂ. യഹോവേ, എന്നെ ഓർക്കണമേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ജീവിക്കാൻ അവസരം തരാം. ഞാൻ അവിടെ കൂടെ ഒന്ന് ജീവിച്ച് നോക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വീട്ടിലോട്ട് പോകട്ടെ. ഒരു പ്രാവശ്യം കൂടെ അവനൊരു അവസരം കൊടുക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് പള്ളിയിലേക്ക് പോകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവം തമ്പുരാൻ നമ്മുടെ ലുത്തിനിയകളെ കേൾക്കുന്ന ദൈവം ആണ്. അവൻ ഓർത്തത് അവൻ്റെ മസിൽ പവർ അല്ല, അവൻ എത്ര പേരെക്കാൾ ഉയരമുള്ളവനാണ് എന്നല്ല, ഏതെല്ലാം അമാനുഷിക ശക്തി അവനുണ്ടെന്നുള്ളതൊന്ന് ഓർക്കണമേ എന്നല്ല ദൈവത്തോട് പറയുന്നത്. അവൻ ഓർത്ത് പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മച്ചിക്ക് കുഞ്ഞിനെ കൊടുത്ത് രക്ഷിച്ച ദൈവദൂതൻ സംസാരിച്ചപ്പോൾ അമ്മേ പറഞ്ഞതാണ്, അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിക്കും. എനിക്ക് ആ ദൈവ നിയോഗം നിറവേറ്റണം കർത്താവേ. പ്രിയമുള്ളവരെ, ഒത്തിരി വെട്ടിപ്പിടിച്ചും സാമ്രാജ്യങ്ങൾ കീഴടക്കിയിരിക്കുന്ന ആളുകളായിരിക്കാം നമ്മൾ. എന്നാൽ പരമമായ ഒരു ദൈവ ഉദ്ദേശം നമുക്ക് ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ടുണ്ട്. 2023 ഈ കൺവെൻഷൻ ഇവിടെ സമാപിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, എന്നെക്കുറിച്ച് ഈ ആയൂരിൽ ചുറ്റുപാടുകളിൽ തിരുവനന്തപുരം, കൊല്ലം, ഭദ്രാസനത്തിൽ കോവിഡിനെ അതിജീവിച്ച് ഇവിടെ ജീവിക്കുവാൻ ദൈവം നിയോഗം തന്നിരിക്കുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടി ആത്യന്തികമായി ഞാൻ ചെയ്യേണ്ട ഒരു നിയോഗമുണ്ടെങ്കിൽ, ഞാനത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നെ അത് ഓർപ്പിക്കണമേ, അതിനായിട്ടൊരു ശക്തി നൽകണമേ. ഈ നിയോഗത്തിൻ്റെ വർഷമായിട്ട് നമുക്കിത് തീരണം. അവസാനം ശിംശോൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഫെലിസ്ത്യരോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞ് ശക്തിയോട് കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാളധികമായിരുന്നു. ലാസ്റ്റിൽ അവൻ ഇസ്രയേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശിംശോൻ അഭ്യാസം നിർത്തി, ആസക്തി തിരിച്ചറിഞ്ഞു, അവൻ്റെ നിയോഗം ഓർത്തു. പ്രാർത്ഥനയുടെ ഒരു ബലം അവന് ദൈവം തമ്പുരാൻ നൽകുകയാണ്. യേശു കർത്താവ് കാൽവറി കയറിയതും ക്രൂശിൽ മരിച്ചതും സ്വന്തമായ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയല്ല, പാപികളായ ജനലക്ഷങ്ങളെ തൻ്റെ സ്വന്തം രക്തം നൽകി രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ആണ്. അതുകൊണ്ട് ശിംശോനെ കാണുന്നത് പരാജയത്തിൻ്റെ പടുകുഴിയിലും വിജയം കൊയ്തവനാണ് ശിംശോൻ. പട്ടുപോയി, പക്ഷേ അവനെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിച്ചു. നിന്റെ മരണം കൊണ്ട്, ജീവിതം കൊണ്ട് സാധിച്ചില്ലെങ്കിൽ, മരണം കൊണ്ട് നീ ഇനി ഒന്ന് കുനിഞ്ഞു നൂർന്നാൽ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൻ്റെ മുഴുവൻ ആളുകളുടെ മേലും വീഴുകയാണ്. ജീവകാലത്ത് കൊന്നവരെക്കാൾ കൂടുതൽ മരണത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ അത് സാധിച്ചു. പരാജയത്തിലും വിജയം നൽകുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കുവാൻ കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ജയിക്കുന്നത്. നമ്മൾ എത്രയോ വിജയങ്ങൾ ആഘോഷിക്കുന്നവരാണ്. ഈ കൺവെൻഷൻ ഇന്ന് സമാപിക്കുമ്പോൾ നമുക്കോർക്കാൻ പറ്റേണ്ട ഒരു കാര്യം, എത്രയോ വിജയങ്ങൾ കൊയ്ത ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ തോറ്റുകൊടുത്ത നിമിഷമുണ്ടാകണം. അതിന്ന് തന്നെ ആയിത്തീരണം. പോപ്പ് ഫ്രാൻസിസ് പാപ്പ പറയുന്ന ശ്രദ്ധേയമായൊരു വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. ഗെറ്റ് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നഷ്ടപ്പെട്ടവരായി തീരുക. യേശു ക്രിസ്തുവിന് വേണ്ടി സകലതും നഷ്ടപ്പെട്ടവരായി തീരുക. നമ്മളൊക്കെ ചില ആളുകളെ പറ്റി പറയാമല്ലോ, ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ. അത് പറയേണ്ടത് ഗെറ്റ് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി താഴുവാൻ ഇടയാകണം. വാക്കുകളെ നിർത്തുന്നു. ശിംശോൻ ശ്രദ്ധേയനായ കഥാപാത്രം, 12 ശ്രദ്ധേയരായ അശ്രദ്ധേയരായ
ഈ ന്യായാധിപന്മാരെക്കാൾ അതികായനായ ശിംശോൻ. അവൻ അഭിഷേകം ലഭിച്ചവൻ അജയ്യനായ അഭിഷിക്തനാണ്. എന്നാൽ അജയ്യനായ അഭിഷിക്തന് ആസക്തി മൂലം അവൻ വീണുപോകുന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത്, അഭിഷേകം നഷ്ടപ്പെട്ടാലും അഭിനയം കൊണ്ട് കുറച്ചു കാലം നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ അഭിനയം ദൈവം തിരിച്ചറിയും, ജനം തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളാരും ശിംശോന്മാരല്ല എങ്കിലും ദൈവസന്നിധിയിൽ എന്താണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ബലം, എന്താണ് എൻ്റെ ബലഹീനത? ആ ബലഹീനതയിൽ ബലം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ലഭിച്ച അഭിഷേകം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവകൃപയുടെ നിറവോടുകൂടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗ വഴികളിൽ ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് തുടരാൻ ഇടയാകട്ടെ. ദൈവസന്നിധിയിൽ തോറ്റുകൊടുക്കാം. യഹോവേ, എന്നെ ഓർക്കണമേ, ഒരു പ്രാവശ്യം കൂടെ ശക്തി നൽകുക, ഒരു വർഷം കൂടെ എനിക്ക് തരിക. ഈ ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവരായി അതിശയകരമായിട്ട് മുന്നേറുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ.